അല്ല, ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്തിയില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കേക്ക് അങ്ങ് തയ്യാറാക്കി നോക്കിയാലോ നമുക്ക്? ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ കേക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് ഓവന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബീറ്ററോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഒരു സ്പൂണോ അതുപോലെ വിസ്കോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വിലയുണ്ട്. നിങ്ങൾ ഇത് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാല്ലേ. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർ ചെയ്ത് എടുക്കുന്ന അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ മൈദ എടുക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മൈദ നിറക്കുക. അതിനുശേഷം കണ്ടല്ലോ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് അതിന്റെ അളവ് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് വേണം. രണ്ടിനും 2 പർപ്പസ് ആണ് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം. കാരണം ഇതിൽ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും നേരിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ഇടഞ്ഞെടുത്തിട്ട് വേണം ആദ്യം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ഇടഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കപ്പ് തൈര് എടുക്കാം. തൈര് എടുക്കുമ്പോൾ ഒരിക്കലും നാടൻ തൈര് എടുക്കാതിരിക്കാനായിട്ട് നോക്കട്ടോ. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക. അതല്ലെങ്കിൽ യോഗേർട്ട് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് വേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഓയിൽ നമ്മൾ ഒരു 1/4 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട എടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഞാനിത് മിക്സ് ചെയ്തതിനു ശേഷം ഇതിന്റെ പരുവം നോക്കാം. ആ കറക്റ്റ് പരുവം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതിലേക്ക് പിന്നെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പൊ ആ ഒരു പരുവത്തിൽ പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഒരിക്കലും നമ്മളിത് കുത്തി ഇങ്ങനെ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ സോഫ്റ്റ് ആവാൻ പ്രയാസമായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് പറഞ്ഞല്ലോ കറക്റ്റ് പരുവം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നത് അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ എല്ലാ ഭാഗത്തായിട്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീൽ പാത്രം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എടുക്കാൻ പറ്റുമോ സ്റ്റീൽ പാത്രമൊക്കെ. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണോ അത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് ഇളക്കി പോരാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് മാത്രം. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിനായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ കുക്കർ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തുറക്കുമ്പോൾ കാണാം അതിന്റെ അകത്തുള്ള ആ ഒരു ചൂട് കണ്ടല്ലോ. അപ്പൊ ഈ പരുവത്തിൽ നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിന്റെ താഴെ ഭാഗം ഇതുപോലെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഹീറ്റ് നേരിട്ട് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഒരു തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അതുകൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വിസിലിടരുത് പ്രത്യേകം പറയാണ്. അപ്പൊ കുക്കർ അടച്ചതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 40 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി നോക്കുക. അപ്പൊ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി 40-45 മിനിറ്റിലേക്കൊക്കെ പോകേണ്ട സമയം കേട്ടോ. അപ്പൊ കണ്ടല്ലോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഓവൻ വേണ്ട, അതുപോലെ തന്നെ ബീറ്ററിന്റെ ആവശ്യത്തിനില്ല, മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണോ അതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ നമ്മൾ ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പൊ ചിലര് ചോദിക്കും മുട്ട അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണോ എന്ന്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തൈര് എടുക്കുന്നത് ഒരു 1/4 കപ്പും കൂടെ അങ്ങ് എക്സ്ട്രാ ആക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. എന്നിട്ട് അത് കറക്റ്റ് ഞാൻ
ഞാൻ കാണിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ 1 ടേബിൾ സ്പൂണിലെടുത്ത് 2 ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ട് കൂട്ടിയെടുത്താൽ മതിയാവും വെള്ളം. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കാനുള്ള പണി. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.